ചെങ്ങായിമാരെ, ഇന്ന് നമ്മൾ പാകിസ്ഥാനി സ്റ്റൈൽ ചിക്കൻ കടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്റെ പാകിസ്ഥാനി ഫ്രണ്ട് സൽമാനാണ് ഇത് ഉണ്ടാക്കുന്നത്. അവനെ ഞാൻ വീഡിയോയുടെ അവസാനം പരിചയപ്പെടുത്താം. വളരെ സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഒടുക്കത്തെ ടേസ്റ്റുമാണ്. അപ്പൊ നമുക്ക് കലാപരിപാടിയിലേക്ക് അങ്ങോട്ട് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ട കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ്. അത് ഇവിടെ റെഡിയാണ്. ഇതിപ്പോ ചിക്കന്റെ കഴുത്തും കരളവും നമ്മൾ എടുത്തിട്ടില്ല, അതൊന്നും ഇല്ലാതുള്ള വൃത്തിയാക്കിയ പീസാക്കിയ 1.5 കിലോ ചിക്കനാണിത്. ഫ്രഷ് ചിക്കനാണ്. ഇനി ഇത് കൂടാതെ വേണം ഒരു മീഡിയം ഇഞ്ചിയും ഒരു 12-13 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഇടിച്ചങ്ങോട്ട് ചതച്ചത്, പിന്നെ ഒരു മീഡിയം സൈസ് സവാള നൈസായിട്ട് അരിഞ്ഞത്, ചെറിയൊരു ഇഞ്ചി നൈസായിട്ട് നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത്. ഇനിയും തക്കാളി, ഇതൊരു മെയിൻ ഐറ്റം ആണ്. ഇതൊരു 3 മീഡിയം സൈസ് തക്കാളി തൊലി കളഞ്ഞ, പ്രത്യേകം ശ്രദ്ധിക്കണം, തൊലി കളഞ്ഞ 3 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. അടുത്തായിട്ട് നമുക്ക് മസാല കൂട്ടിലോട്ട് അങ്ങോട്ട് കിടക്കാം. അതും ഇവിടെ റെഡിയാണ്. 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്. കൊളോക്കിലി ചില്ലി ഫ്ലേക്സ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വറ്റൽ മുളകില്ലേ, അത് മിക്സിക്കകത്തിട്ട് 2 അടി അടിച്ചാൽ ഈ പറഞ്ഞ ചില്ലി ഫ്ലേക്സ് കിട്ടും. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇനിയും ചിക്കൻ കടായിയുടെ മെയിൻ ഐറ്റം നെയ്യ്, അതായത് ദേശി ഘീ. നല്ല ക്വാളിറ്റി ഉള്ള നെയ്യേ യൂസ് ചെയ്യാവുള്ളൂ, അത് മസ്റ്റ് ആണ്. ഇനിയും ഇത് അവസാനത്തെ അലങ്കോലപ്പണിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഒരു 4 പച്ചമുളക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചി നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത്, കുറച്ചൊരു മല്ലിച്ചപ്പ് ചെറുതായിട്ട് കുനുകുന അരിഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ട്. കടായി എടുത്ത് അടുപ്പത്ത് വെക്കുക. ആ ഒരു പാത്രത്തിന് പറയുന്നതാണ് കേട്ടോ കടായിന്ന്. അതില്ലെങ്കിൽ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ആയാലും മതി. ഇനി സ്റ്റവ് അങ്ങോട്ട് കത്തിക്കുക. എന്നിട്ട് ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1.5 കിലോ ചിക്കൻ അങ്ങോട്ട് തട്ടി കൊടുക്കാം. എന്നിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അടിക്ക് പിടിക്കരുത്, അത് തന്നെയാണ് ഉദ്ദേശം. സേഫ്റ്റി മുഖ്യം ബിഗിലെ സേഫ്റ്റി മുഖ്യം. ഇനി നൈസായിട്ട് അരിഞ്ഞു വെച്ച സവാള അങ്ങോട്ട് തട്ടി കൊടുക്കുക. ഒപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചതച്ചിടിഞ്ഞ് പിഴിഞ്ഞങ്ങോട്ട് വെച്ചിട്ടില്ലേ, അവനെ കൂടെ അങ്ങോട്ട് തട്ടി കൊടുക്കുക. ഇനിയും കുനുകുന അരിഞ്ഞു വെച്ച നമ്മുടെ തക്കാളി, മെയിൻ ഘടകമാണ് തക്കാളി, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം ഈ കലാപരിപാടികളൊക്കെ ചെയ്യാൻ. ഇനി നമ്മുടെ മസാലക്കൂട്ട് അങ്ങോട്ട് തട്ടി കൊടുക്കുക. എല്ലാം കൂടെ നമ്മൾ പറഞ്ഞ എല്ലാ മസാലക്കൂട്ട്, അതിൻ്റെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് ഒരുമിച്ച് അങ്ങോട്ട് തട്ടി കൊടുത്തിരിക്കുന്നു. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് യോജിപ്പിച്ച് അങ്ങോട്ട് എടുക്കുക. നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു മൂടി വെച്ച് അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇവനെ അങ്ങോട്ട് വേവിച്ചെടുക്കണം. തുറക്കുമ്പോൾ ഒരു മണം അങ്ങോട്ട് വരും. എൻ്റെ സാറേ, ആ മണമൊക്കെ അടിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ സേഫ്റ്റിക്ക് ചെയ്തുകൊണ്ട് വെള്ളമുണ്ട്, അപ്പോൾ ഈ വെള്ളത്തിനെ ഒന്ന് പറ്റിച്ചെടുക്കണം. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ച് ഒന്ന് പറ്റിക്കുക. പറ്റിച്ചൊരു ഏകദേശം ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ആ പറ്റി വരുമ്പോഴത്തേക്ക് ഇനി നമ്മുടെ മർമ്മപ്രധാനമായ നെയ്യ് ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വീണ്ടും പറയുന്നു, ക്വാളിറ്റിയുള്ള നെയ്യ് തന്നെ എടുക്കണം, അത് തന്നെ ഇടണം. നെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ടൊന്ന് ഇളക്കണം. ഒരു മണമൊക്കെ ഇങ്ങോട്ട് വരും. എൻ്റെ സാറേ. ഇനി അതിൻ്റെ കൂടെ ആ പച്ചമുളകും ഇഞ്ചിയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മളെ മാറ്റി വെച്ചില്ലായിരുന്നോ, ഇട്ടിട്ട് നല്ല രീതിയിൽ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ച് നല്ല രീതിയിൽ ഇളക്കി ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം. ഈ ഇളക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കാം. ടേസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് കുറവുണ്ടോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇച്ചിരി ഉപ്പും കൂടെ അങ്ങോട്ട് പൊടിക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇത് അങ്ങോട്ട് ഇളക്കി അങ്ങനെ നമ്മൾ വെള്ളം പറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കലാപരിപാടി എന്ന് പറയുന്നത്, ഇതിനകത്ത് നെയ്യ് സെപ്പറേറ്റ് ആയിട്ട് വേണം. ചിക്കനും നെയ്യും വേറെ വേറെ വരണം. അതിനെന്ന് പറഞ്ഞാൽ ഒരു മൂടി എടുത്ത് അങ്ങോട്ട് അടയ്ക്കുക. എന്നിട്ട് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നെയ്യും ചിക്കനും വേറെ വേറെ ആവും. സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ അടച്ചു വെച്ച് നോക്കിയോ. തുറന്നു, കണ്ടോ, ആ മണം അടിക്കുമ്പോൾ തന്നെ അറിയാം. നോക്ക്, നെയ്യും ചിക്കനും വേറെ കിടക്കുന്നു. ഇപ്പം നമ്മുടെ ചിക്കൻ കടായി, പാകിസ്ഥാനി സ്റ്റൈൽ ചിക്കൻ കടായി സെറ്റ് ആയിട്ടുണ്ട് മോനെ. ഇതാ ഞാൻ പറഞ്ഞ സംഭവം സിമ്പിളാണ്, പക്ഷെ പവർഫുൾ, ഒടുക്കത്തെ ടേസ്റ്റാണ് മോനെ. എൻ്റെ പൊന്നടാവേ. ഇനി ഈ ചിക്കൻ കടായി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. എന്തിനാണ്? അലങ്കോലപ്പണി ചെയ്യാൻ. നേരത്തെ നമ്മൾ മാറ്റി വെച്ച പച്ചമുളക്, മല്ലിച്ചപ്പ് കുനുകുന അരിഞ്ഞതും, ഇഞ്ചി നൈസായിട്ട് നീളത്തിലരിഞ്ഞതും, അതൊക്കെ അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് അലങ്കോലപ്പണി ചെയ്യുക. ഇത് ഓപ്ഷനിലാണ്, ഇത് ചെയ്തില്ലെങ്കിൽ ചിലർക്ക് ഇതിപ്പോൾ മല്ലിച്ചപ്പൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ട് ഇടണ്ട. ഇത് നമ്മളൊരു അലങ്കോലപ്പണി, അത്രേ ഉള്ളൂ. ആ ഒരു കാണുമ്പോൾ എന്താ പറയുക, ആ ഒരു ലുക്ക് അങ്ങോട്ട് കിട്ടും. പിന്നെ ഇഞ്ചിക്കും അതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ വേറെയാണ്. ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് അതിൻ്റെ ആവിയിൽ അങ്ങോട്ട് ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അത് സെറ്റാവും. ഇത് കാണുമ്പോൾ തന്നെ പജി വായുക്കട കപ്പലോടുന്നു. ഇത് നമ്മുടെ ഇറാനി റൊട്ടിയാണ് കേട്ടോ. ഇവൻ്റെ കൂടെ വേണം ഇവനെ അങ്ങോട്ട് പിടിക്കാൻ. ഒരു ചെറിയ ലെഗ് പീസ് അതിൽ നിന്ന് അങ്ങോട്ട് നോക്കിയെടുത്താണ് ഞാൻ അങ്ങോട്ട് തന്നെ പിടിച്ചൊരു പിടി അങ്ങോട്ട് പിടിക്കണം. എൻ്റെ അപ്പോനടാവേ. അപ്പോൾ ചങ്ങായിമാരെ, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്നും പറയാനില്ല, വേറെ ലെവല് സാധനം. പാകിസ്ഥാനി സ്റ്റൈലിൽ ചിക്കൻ കടായി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല.
ഇതെൻ്റെ ഫ്രണ്ട്, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ സൽമാൻ. ഇപ്പം പാകിസ്ഥാനിൽ ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഈ വെള്ളിയാഴ്ച ആൾ നാട്ടിൽ പോവാണ് തിരിച്ച്. നേരത്തെ ഞങ്ങൾ ഒരുമിച്ച് ഒരു കമ്പനിയിലായിരുന്നു, HHI എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ഫസ്റ്റ് ഞാനിവിടെ കുവൈറ്റിൽ ആദ്യമായിട്ട് വന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് കമ്പനിയിലായിരുന്നു. അതിന് ശേഷം അവൻ വേറെ കമ്പനിയിലേക്ക് മാറി, ഞാനും വേറെ കമ്പനിയിലേക്ക്. പക്ഷേ ആ ഒരു കണക്ഷൻ ഞങ്ങൾ ഇപ്പോഴും കീപ്പ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഒത്തുകൂടിയതാണ്. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഈ കടായി. പിന്നെ എന്താ പറയുക, ഞാൻ നാട്ടിൽ ആയിരുന്ന സമയത്ത്, അതായത് ഗൾഫിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ എന്നൊക്കെ പറയും. പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ എന്തോ വലിയ സംഭവം, എപ്പോഴും നമ്മുടെ ആ ഒരു മൈൻഡായിരുന്നു അങ്ങനെ. പക്ഷെ നമ്മളിവിടെ വന്നതിന് ശേഷം, പ്രത്യേകിച്ചും പ്രവാസികൾക്ക് അത് പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലായി. ഇവിടെ വന്നതിന് ശേഷം കുറേ പാകിസ്ഥാൻ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. നമ്മളവരൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലായി അവരൊക്കെ സാധാരണ മനുഷ്യന്മാരാണ്. അങ്ങനെയൊന്നുമില്ല. ശരിക്കും അവിടുത്തെ ജനങ്ങളൊക്കെ പാവങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള, പിന്നെ പ്രത്യേകിച്ച് ഇവൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ മുത്താണ്. എന്നുവെച്ചാൽ നമ്മളെല്ലാം മനുഷ്യന്മാരായിട്ടാണ് കാണുന്നത്, വേറെ കൂടുതലൊന്നും പറയാനില്ല. അവൻ നമ്മളെ മനുഷ്യരായിട്ടാണ് കാണുന്നത്. നമ്മളും അങ്ങനെ തന്നെ. പത്തരമാറ്റ തങ്കം എന്നൊക്കെ പറയില്ല, അതുപോലെ ആ ഒരു അറ്റാച്ച്മെൻ്റ് ആണ് നമുക്ക് ഉള്ളത്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നു, നല്ല രീതിയിൽ നിലനിന്ന് പോകുന്നു. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു രക്ഷയില്ല, സിമ്പിളായിട്ട് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂപ്പറാണ്. പറഞ്ഞു. आज हमने चिकन कढ़ाई, जो कि सब कॉन्टिनेंट और ख़ास तौर पर लाहौर पाकिस्तान की बड़ी फेमस डिश है, वो बनाने की कोशिश की है. अच्छी बनी है. आप लोग भी अपने घर में ज़रूर ट्राई करें और कमेंट में बताइएगा कि ये कैसी बनी है, कैसी लगी आप सबको. और अगर आपको ये वीडियो पसंद आए तो इसको लाइक कीजिएगा, अपने फ्रेंड्स एंड फैमिली के साथ शेयर कीजिएगा और हमारे YouTube चैनल को ज़रूर सब्सक्राइब कीजिएगा अपडेट रहने के लिए, जो कि हमारी अगली वीडियोस भी आने वाली हैं. आप सबका बहुत शुक्रिया. थैंक यू. अल्लाह हाफिज़. അതായത് കവി ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇത് പാകിസ്ഥാൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ട്രഡീഷണൽ ഡിഷാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, കാണാം.